പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഞാൻ ടി കെ രജിത്ത്. ദുരിതം വിതച്ച് കനത്ത മഴ. വീണ്ടും ഒറ്റപ്പെയ്ത്തിൽ മുങ്ങി കൊച്ചിയും തിരുവനന്തപുരവും. 1 മണിക്കൂർ ആഞ്ഞു പെയ്ത മഴയിൽ കൊച്ചി ഇൻഫോ പാർക്കിലെ ഇടറോഡുകളിൽ വെള്ളം കയറി. ഇന്നലെ കാർ കാനയിൽ വീണ കൈപ്പടമുകളിൽ ഇന്നും സമാനമായ അപകടമുണ്ടായി. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ കടകളിൽ വെള്ളം കയറി. അമ്പലമുക്ക് NCC റോഡിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. എറണാകുളം കളമശ്ശേരിയിൽ 1 മണിക്കൂറിൽ 60 മില്ലിമീറ്ററും തിരുവനന്തപുരം നഗരത്തിൽ 1.5 മണിക്കൂറിൽ 52 മില്ലിമീറ്ററും മഴയാണ് പെയ്തത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ശ്യാംകുമാർ കൊച്ചിയിലെ ഉണിച്ചിറയിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. അതുപോലെ എബിൻ ജോസ് കൊച്ചിയിലെ വാഴക്കാലയിൽ നിന്ന്, തിരുവനന്തപുരം അമ്പലമുക്കിൽ നിന്ന് അജീഷ് ജയകുമാർ, തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി എന്നിവർ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്നുള്ള കാര്യം പങ്കുവെക്കും, ദൃശ്യങ്ങൾ പങ്കുവെക്കും. ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ്. വിഷ്ണു ഇപ്പോൾ ഏത് മേഖലയിലാണ് നിൽക്കുന്നത്? നഗരത്തിന്റെ പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യം, വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം, ഗതാഗത കുരുക്ക്, അങ്ങനെ വലിയ ദുരിതം ജനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് ഒറ്റപ്പെയ്ത്തിൽ തന്നെ. എന്താണ് വിഷ്ണു നിൽക്കുന്ന സ്ഥലത്തെ സാഹചര്യം? വിഷ്ണു, രജിത്ത്, ഞാൻ നിലവിൽ നിൽക്കുന്നത് കലൂരാണ്. കലൂർ സ്റ്റേഡിയത്തിന് സമീപത്താണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ഇത്തവണയും കലൂര് സ്റ്റേഡിയത്തിന് സമീപമുള്ള റോട്ടിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. കലൂരിൽ മാത്രമല്ല, ഈ നഗരപ്രദേശങ്ങളിലെ പല ഭാഗങ്ങളിലും, നേരത്തെ ഇടപ്പള്ളിയിലും അതോടൊപ്പം തന്നെ പാലാരിവട്ടത്തും ഇനി MG റോഡിന് സമീപത്തും കടവന്ത്രയിലും പനമ്പള്ളി നഗറിലും എല്ലാം സമാനമായ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. കടുത്ത പ്രതിസന്ധിയിലൂടെ ഗതാഗതം കടന്നുപോകുന്നു. വലിയ ഗതാഗത കുരുക്കാണ് പലയിടങ്ങളിലും കാണപ്പെടുന്നത്. ആളുകൾക്ക് ഈ ഇരുചക്ര വാഹനവുമായി പോകുന്ന ആളുകളെല്ലാം വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇന്ന് യെല്ലോ അലർട്ടായിരുന്നു എറണാകുളം ജില്ലയിൽ. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മഴയുടെ സ്വഭാവം പാടെ മാറി. കനത്ത മഴ, ഏകദേശം 60 മില്ലിമീറ്റർ മഴയാണ് കളമശ്ശേരി ഭാഗത്ത് മാത്രം പെയ്തത്. അത് നഗരമേഖലയിലേക്ക് സമാനമായ രീതിയിൽ എത്തിയതാണ് ഈ വെള്ളക്കെട്ടിന് പ്രധാനപ്പെട്ട കാരണം. നഗരമേഖലയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതാണ്, ഈ ഓടകളെല്ലാം അടഞ്ഞു കിടക്കുന്നത് കൊച്ചി മേഖലയിലെ അല്ലെങ്കിൽ എറണാകുളത്തെ വെള്ളക്കെട്ടിന് കഴിഞ്ഞ കുറെ നാളുകളായി പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതിന് ഇത്തവണയും മാറ്റമില്ല. ഇത്തവണയും ഒറ്റപ്പെയ്ത്തിൽ കലൂര് പോലുള്ള പ്രദേശങ്ങൾ അടിയിലാകുന്ന കാഴ്ചയാണ് കാണുന്നത്. വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. കളമശ്ശേരി, മൂലപ്പാടം ഭാഗത്തൊക്കെ കനത്ത വെള്ളക്കെട്ടാണെന്നാണ് അവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത്. ഇന്നലെയും ആ പ്രദേശത്തൊക്കെ വെള്ളം കയറിയിരുന്നു. ഇപ്പോഴും എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ നഗരസഭകൾ പകച്ചു നിൽക്കുകയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ ഒന്നും എത്താത്തത് കൊണ്ടാണ് അവർക്ക് ഇനി എന്ത് ചെയ്യണം എന്ന ഒരു ധാരണയില്ല. ഇനിയിപ്പോൾ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ തന്നെ എത്രത്തോളം ഈ കാലവർഷത്തെ ചെറുക്കാനാകും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയൊന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കില്ല. ഒരുപക്ഷെ ഈ കാലവർഷത്തിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ എറണാകുളം ജില്ല കടന്നു പോകുമെന്നതിന്റെ ആദ്യ സൂചനയാണ് ഈ വേനൽ മഴ കടുത്തപ്പോൾ ഉണ്ടാകുന്ന ഈ ദൃശ്യങ്ങളും വെള്ളക്കെട്ടുമെല്ലാം നൽകുന്നത്. എത്രയും പെട്ടെന്ന് ഒരു താൽക്കാലിക പരിഹാരം ഒരുക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലടിയിലാവാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. റിജിത്ത്, ശരി. കലൂരിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ശ്യാംകുമാർ ഉണിച്ചിറയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാംകുമാർ, എന്താണ് ഉണിച്ചിറയിലെ സാഹചര്യം? നേരത്തെ പല മേഖലകളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായി നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇൻഫോ പാർക്കിന് മുമ്പിലൊക്കെ എപ്പോഴും വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. മുന്നൊരുക്കങ്ങൾ പാളി എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിൽ ഓരോ ഇടങ്ങളിൽ നിന്നും ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഉണിച്ചിറയിലെ കാഴ്ചകൾ, പൊതുവായുള്ള വിവരങ്ങൾ? ശ്യാം. റിജിത്തെ, തീർച്ചയായിട്ടും ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഉൾപ്പെടെയുള്ള പദ്ധതികൾ എങ്ങനെ പരാജയപ്പെട്ടു എന്നത് അറിയണമെങ്കിൽ ഈ റോഡിലേക്ക് നോക്കിയാൽ മതി എന്നുള്ളതാണ് നമുക്ക് കൊച്ചി നഗരത്തിലെ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെ പറയാനാകുക. കാരണം ഈ റോഡിലുണ്ടായ വെള്ളക്കെട്ട് മഴക്കാലപൂർവ്വ ശുചീകരണം എങ്ങനെ പാളി എന്നതിൻ്റെ ഉദാഹരണമാണ്. ഈ ദൃശ്യങ്ങൾ കാണുക. ഏകദേശം അരമണിക്കൂറായിട്ടുണ്ടാകും ഇടപ്പള്ളിയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഈ ഉണിച്ചിറയിലെ പാതയിൽ ഇങ്ങനെ വാഹനങ്ങൾ ഒരു സൈഡിൽ മാത്രം കുരുക്കിൽപ്പെട്ട് കിടക്കുന്നത്. മറുവശത്ത് നിന്ന് ഇങ്ങോട്ട് വാഹനങ്ങൾക്ക് കടന്നു വരാൻ സാധിക്കുന്നുമില്ല. അത് വളരെ കുറവ് വാഹനങ്ങൾ മാത്രമാണ്
കടന്നു വരുന്നത്. ഇപ്പോൾ ഈ വാഹനങ്ങളുടെ നിര പൈപ്പ് ലൈൻ റോഡ് വരെ നീണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ഉണിച്ചിറയിൽ നിന്ന് പൈപ്പ് ലൈൻ റോഡിലുള്ള ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. ആ ദൃശ്യങ്ങളിൽ തന്നെ ഇത് കാണാം. ഈ റോഡിലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. പല ഭാഗത്തും വെള്ളക്കെട്ടാണ് വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടാക്കുന്നത്. വൈകുന്നേര സമയമാണ്. ഓഫീസുകളിൽ നിന്നും മറ്റും ആളുകൾ വീടുകളിലേക്ക് മടങ്ങുന്ന ഒരു നേരം കൂടിയാണ്. കൂടുതൽ വാഹനങ്ങൾ നഗരത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സമയം. അതോടുകൂടി തന്നെ ഇടപ്പള്ളിയും പാലാരിവട്ടവും ഉണിച്ചിറയും അങ്ങനെയുള്ള ഭാഗങ്ങൾ പൈപ്പ് ലൈനും ഒക്കെ വലിയ ഗതാഗത കുരുക്കിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഉണിച്ചിറ ഭാഗത്തും കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ വാഹനങ്ങളുടെ ഗതാഗത കുരുക്ക് കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും മഴ കൂടുതൽ രാത്രിയാകുന്നതോടെ ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ പകലാണ് മഴ കൂടുതലായി പെയ്തതെങ്കിൽ ഇത്തവണ അത് വ്യത്യസ്തമാണ്. വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് ശേഷമാണ് ഇന്ന് മഴ കൊച്ചി നഗരത്തിൽ കൂടുതൽ ശക്തമായത്. ഇതോടെയാണ് കൂടുതൽ പ്രദേശങ്ങൾ വെള്ളത്തിലാകാൻ തുടങ്ങിയിരിക്കുന്നത്. പല സ്ഥലത്തും വെള്ളത്തിന്റെ അളവ് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ആളുകൾക്ക് ആശങ്ക നൽകുന്ന ഘടകമാണ്. രാത്രിയിലും ഇതേ മഴ തുടർന്നു കഴിഞ്ഞാൽ ഗതാഗതം തടയപ്പെടും എന്നുള്ളത് മാത്രമല്ല, റോഡേത് തോടേത് എന്നറിയാതെ ചില അപകടങ്ങൾക്ക് പോലും സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനങ്ങളടക്കം വളരെ സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ് കൊച്ചി നഗരത്തിലുള്ളത്. ഇടറോഡുകൾ പോലും അറിയാതെയാണ് നേരത്തെ ഒരു അപകടം ഉണ്ടായത്. ഇപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശങ്ങളിൽ തന്നെ കാണാം. ഉണിച്ചിറ മേഖലയിലെ കാഴ്ചയാണിത്. ഇടപ്പള്ളിയിലേക്ക് പോകേണ്ട വാഹനങ്ങളാണ് ഇങ്ങനെ ബ്ലോക്കിൽ പെട്ടിവിടെ കിടക്കുന്നത്. ഏതായാലും വലിയ ഗതാഗത കുരുക്കും ആളുകൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വേനൽ മഴ കൊച്ചിയെ കൊണ്ട് ഇന്ന് എത്തിച്ചിരിക്കുന്നു. വേനൽ മഴയുടെ ഭാഗമായി ഉണ്ടായ വേനൽ മഴയ്ക്ക് മുമ്പ് ചെയ്യേണ്ടിയിരുന്ന ശുചീകരണ പ്രവൃത്തികൾ ചെയ്യാത്തതാണ് അതിന്റെ കാരണം. ഈ ദൃശ്യങ്ങൾ കാണാം. ഈ വീട്ടിലേക്ക് വെള്ളം കയറിപ്പോകുന്ന ഒരു ദൃശ്യമാണ് നമുക്കിപ്പോൾ കാണുന്നത്. ഏതാ ഈ റോഡിനരികിലുള്ള ഈ ഉയർന്ന സ്ഥലത്ത് നിന്ന് തന്നെ വെള്ളം ഇങ്ങനെ ഒഴുകി വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ്. ആ വീടിന്റെ പോർച്ചിലേക്ക് ആ വെള്ളം എത്തിക്കഴിഞ്ഞു. അങ്ങനെ പല പ്രദേശങ്ങളിലും ഇങ്ങനെ റോഡരികിലുള്ള വീടുകളുടെ പരിസരങ്ങളിലേക്കൊക്കെ വെള്ളം ഇരച്ചെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും വലിയ ഗതാഗത കുരുക്കാണ് കൊച്ചിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ആ ദൃശ്യങ്ങളിൽ പോയാൽ ഗതാഗതം നീണ്ട വാഹന കുരുക്ക് ഉണിച്ചിറ ഭാഗത്ത് ഇടച്ചിറ ഭാഗത്തേക്ക് പോകുന്ന ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഈ ഗതാഗത കുരുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. റോഡിൽ വെള്ളം മഴവെള്ളത്തിനൊപ്പം ഒലിച്ചെത്തുന്ന വെള്ളവും കൂടുതലായി എത്തുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടിനാണ് കൊച്ചി നഗരം വീണ്ടും സാക്ഷ്യം വഹിക്കുന്നത്. പക്ഷേ അത് വൈകുന്നേരം സമയത്ത് മഴ ശക്തമാകുന്ന ആ സമയത്താണ് ആ വെള്ളം കൂടുതലായി ഉയരുന്നത് എന്നുള്ളതാണ് ഒരു വലിയ വസ്തുത. അതിൽ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം രാത്രിയിൽ ഇങ്ങനെ മഴ നിന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ജനജീവിതത്തെ ദുസ്സഹമായി ബാധിക്കാനുള്ള സാഹചര്യവും കൊച്ചി നഗരത്തിലുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് ഇടപ്പള്ളിയിലും കൊച്ചിയിലും പാലാരിവട്ടത്തും അടക്കം ഇന്ന് പെയ്ത ഈ മഴയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു ഉണിച്ചിറ ഭാഗത്ത്. എബിൻ ജോസ് കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എബിൻ ഇപ്പോഴുള്ളത് വാഴക്കാലയിലാണ്. എബിൻ, എന്താണ് വാഴക്കാലയിലെ സാഹചര്യം? ഒരു ശക്തമായ മഴ പെയ്യുമ്പോഴേക്ക് തന്നെ നഗരം മുഴുവനായി മുങ്ങുന്ന സ്ഥിതി. അരമണിക്കൂർ മഴ പെയ്യുമ്പോഴേക്ക് തന്നെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതി പലയിടങ്ങളിലും നിൽക്കുന്ന സാഹചര്യം. മുന്നൊരുക്കങ്ങൾ പാളി എന്നുള്ള വിമർശനം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. കാലവർഷം ഇപ്പോഴും എത്തിയിട്ടുമില്ല. എന്താണ് ഈ വാഴക്കാല മേഖലയിൽ നിന്ന് പൊതുവായി കാണാൻ കഴിയുന്ന കാഴ്ചകൾ എബിൻ? ഈജിപ്ത് നമ്മൾ ഇവിടെ വരുമ്പോൾ ആദ്യം ചുരുങ്ങിയ അളവിലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതലായി വെള്ളം ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ടാകും. വീടുകളിലേക്ക് വെള്ളം കയറി, കടകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ടാകും. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ പെയ്ത മഴയിൽ ശക്തമായ വെള്ളം കയറിയ സ്ഥലമാണ് ഇവിടെ വീണ്ടും ഇന്ന് വെള്ളം കയറുന്ന സാഹചര്യം. അതാണ് ഇവിടുത്തെ ആളുകളടക്കം പറയുന്നത്. കാരണം അവർ ഇന്ന് രാവിലെയാണ് ഈ വീടുകളും ഈ പരിസരങ്ങളും എല്ലാം ക്ലീൻ ചെയ്തത്. അതിന് തൊട്ട് പിന്നാലെ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് മഴ പെയ്തപ്പോൾ വീണ്ടും വെള്ളം കയറുന്ന സാഹചര്യം. വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ ഇന്നലത്തെ ഓർമ്മയിൽ തന്നെ സാധനങ്ങളൊക്കെ മുകളിലേക്ക് കയറ്റി വെക്കുന്ന സാഹചര്യമുണ്ട്. ഇവിടുത്തെ ആളുകൾ പറയുന്നത് പ്രധാനമായി ഇവിടെ നേരത്തെ മഴയുണ്ടാകുമ്പോൾ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട്, അത് വലിയ മഴക്കാലത്ത്. പക്ഷേ ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ മഴക്കാലം തുടങ്ങി ആദ്യഘട്ടം തന്നെ ഇത്രയും വെള്ളം കയറുകയും അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയ അടക്കം പല വീടുകളുടെയും പാർക്കിംഗ് ഏരിയ, ഫ്ലാറ്റുകളുടെ ബേസ്മെൻറ്റ് പാർക്കിംഗ് ഏരിയ, ഈ സ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറി വാഹനങ്ങൾ വെള്ളം കയറി നശിക്കുന്ന സാഹചര്യമുണ്ട്. മഴ ഇപ്പോഴും ശക്തിയായി തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഓടകളിൽ നിന്ന് വെള്ളം ഇരച്ചെത്തുന്ന സാഹചര്യമുണ്ട്. തൊട്ടപ്പുറേ മെട്രോയുടെ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം തന്നെ ഓടകളുടെ നിർമ്മാണമുണ്ട്. അതെല്ലാം ഈ വെള്ളക്കെട്ടിന് കാരണമാണെന്ന് ആളുകൾ പറയുന്നു. അതോടൊപ്പം തന്നെ അസാധാരണമായ മഴയാണ് ഉണ്ടാകുന്നത്. ഇത് രണ്ടുമാണ് പ്രധാനമായും ഇവിടെ വെള്ളക്കെട്ടുണ്ടാവാൻ കാരണം. ഈ രീതിയിലുള്ള വെള്ളക്കെട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ആളുകൾ പറയുന്നത്. ഈ പ്രദേശത്ത്
ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടായിട്ടില്ല. ചില ആളുകളെല്ലാം തന്നെ ഇന്ന് രാവിലെ ഓഫീസിലും അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണെങ്കിൽ സ്കൂളിലും കോളേജിലുമൊക്കെ പോയിട്ടാണ് വൈകുന്നേരം വരുന്ന വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ തന്നെ ഈ പ്രധാനമായും ഈ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് നിന്ന് ആളുകളെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള സഹായം ചെയ്യുന്നുണ്ട്. കാരണം ഇരു സൈഡുകളിലും ഓടകളുണ്ട്, കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത നൽകുന്നുണ്ട്. കയറ് കെട്ടി വാഹനങ്ങൾ കടന്നു വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ രീതിയിലാണ് ഇവിടെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നമ്മളിവിടെ എത്തുമ്പോൾ ഏകദേശം വെള്ളം കുറവായിരുന്നെങ്കിൽ പിന്നീട് കൂടുതലായി വെള്ളം ഒഴുകിയെത്തുന്ന സാഹചര്യമാണ് ശ്രീജിത്തുള്ളത്. ഇപ്പോഴും മഴ ശക്തിയായി നിലനിൽക്കുന്നുണ്ട്. ശ്രീജിത്ത്, എത്രത്തോളം വലിയ പ്രതിസന്ധിയാണ് മഹാനഗരത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം, അതുപോലെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക്, റോഡ് ഏതാണ്, തോടേതാണ്, ഓട ഏതാണ് എന്ന് മനസ്സിലാവാത്ത നിലയിൽ രൂപപ്പെട്ടിരിക്കുന്ന വെള്ളക്കെട്ട്, യാത്രക്കാരൊക്കെ വലിയ ശ്രദ്ധ പുലർത്തേണ്ട സാഹചര്യം. എബിൻ ജോസ് വാഴക്കാലിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അമ്പലമുക്കിൽ നിന്ന് അജീഷ് ജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അജീഷ് ജയകുമാർ, എന്താണ് തിരുവനന്തപുരത്തെ സാഹചര്യം? കൊച്ചിക്ക് സമാനമായ രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് നഗരത്തിന്റെ പലയിടങ്ങളിലും രൂപപ്പെട്ടിട്ടുണ്ട്. മണിക്കൂറുകളോളം വാഹനവുമായി കാത്തു നിൽക്കേണ്ട തരത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. എന്താണ് നഗരമേഖലയുടെ പൊതുവായുള്ള സാഹചര്യം, അജീഷ് ജയകുമാർ? റീജിത്ത്, നേരത്തെ 3 പേര് സംസാരിച്ചതുപോലെ അതിന്റെ സമാനമായ സാഹചര്യം തന്നെയാണ്. സ്ഥലപ്പേര് മാത്രമേ മാറുന്നുള്ളൂ. സാഹചര്യമെല്ലാം സമമാണ്. ഞാനിപ്പോൾ ഉള്ളത് അമ്പലമുക്കിലാണ്. അമ്പലമുക്കിലെ NCC റോഡിലാണ്. ഇവിടെ ഈ പ്രധാനപ്പെട്ട റോഡാണ്. ഇവിടെ ഇരുവശവും വീടുകളുണ്ട്, ഒരുപാട് വീടുകളുണ്ട്. പ്രധാനപ്പെട്ട VIP അടക്കം താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ഇവിടെ ഈ ഓടകൾ രണ്ടും നിറഞ്ഞൊഴുകി ഇപ്പൊ റോഡ് നടുക്ക് ഭാഗം പൂർണ്ണമായും വെള്ളക്കെട്ടായിരിക്കുകയാണ്. പല വാഹനങ്ങളും ഈ വെള്ളക്കെട്ട് മുറിച്ചു കിടക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. നമ്മൾ വന്ന് അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചില വാഹനങ്ങൾ ധൈര്യം സംഭരിച്ച് ഇതിന് നടുവിലൂടെ പോകുന്നു, ചിലർ പകുതി വഴിയിൽ നിൽക്കുന്നു, അവർ തള്ളിക്കൊണ്ട് പോകുന്നു. അങ്ങനത്തെ ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ ഒരുപാട് വീടുകളിൽ, താഴ്ചയിലുള്ള വീടുകളിൽ പലതിലും വെള്ളം കയറിയിട്ടുണ്ട്. വീടിന്റെ അകംഭാഗങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചെറിയ വീടുകളൊക്കെ ഉള്ളവർ ഈ സാധനങ്ങളൊക്കെ വീടിന്റെ മുകൾ ഭാഗത്തേക്ക് പെറുക്കി വെച്ച് മാറി നിൽക്കുകയാണ്. ഇവരെല്ലാം എങ്ങോട്ട് പോകണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. കാരണം ഒരു സജ്ജീകരണമൊന്നും ഒരുക്കിയിട്ടില്ല. ഉച്ച മുതൽ ശക്തമായ മഴയായിരുന്നു. ഇപ്പോൾ അല്പം ശമനമുണ്ട്. പക്ഷേ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും നിലവിലൊന്നും ആരും ഉയർത്തിയിട്ടില്ല. ഇപ്പോൾ ചില നാട്ടുകാരുണ്ട്. ചേട്ടാ, ഇവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നില്ലേ നേരത്തെ? നല്ല വെള്ളമായിരുന്നു. ഇതിന് മുമ്പ് നല്ല വെള്ളമാണ് ഇവിടെ ഉള്ളത്. ഇതിപ്പോ എല്ലാ പ്രാവശ്യവും ഇതുപോലെ തന്നെയാണ്. എല്ലാ മഴക്കാലത്ത് ഇവിടെ ഈ വെള്ളം ഇത് തന്നെയാണ്. ഇവിടെ മാത്രമല്ല, തൊട്ടപ്പുറത്ത് വയലിക്കട ജംഗ്ഷനിലും ഇതേ അവസ്ഥ. എല്ലാ ദിവസവും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ തന്നെ ഇപ്പോൾ വന്നിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ നിൽക്കുകയാണ്. ഈ വെള്ളം തോന്നാൻ എനിക്ക് പോകാൻ പറ്റുന്നത്. എനിക്ക് എല്ലാ വഴി അടഞ്ഞിരിക്കുകയാണ്. കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഉദ്യോഗസ്ഥർ ആരെങ്കിലും വന്ന് സംസാരിച്ചില്ല? ഒന്നും സംസാരിച്ചില്ല. ഇത് എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ്. വെള്ളം കയറിയ വീടുകളിലുള്ളവരൊക്കെ എങ്ങോട്ട് പോകും? മാറുന്നു. ഇവിടെ തന്നെ ഉള്ള എല്ലാ അപ്പുറത്തെ വീട്ടിലാണ്, ഇപ്പുറത്തെ വീട്ടിലും കണ്ടു. ഇവിടെ എല്ലായിടത്തും ബുദ്ധിമുട്ടാണ് സാറേ. അവിടെ എല്ലായിടത്തും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫുള്ള് എല്ലാം ഇതാണ്. നമുക്ക് ആർക്കും അറിയാം. സ്കൂൾ ഇറക്കുമ്പോഴാണ് എൻ്റെ ആക്കൾ ബുദ്ധിമുട്ട് വരുന്നത്. നമുക്ക് ഞങ്ങൾ അപ്പുറമായിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് റീജിത്ത് അവസ്ഥ. ഈ ഇരുവശങ്ങളിലും കടകളൊക്കെ ഉണ്ട്. നമ്മൾ നേരെ കാണുന്ന ഒരു വർക്ക്ഷോപ്പാണ്. ആ വർക്ക്ഷോപ്പിലെ വണ്ടികളിൽ പകുതിയിലധികം വെള്ളമായിരുന്നു. ഇവർ പിന്നെ അവിടുത്തെ ഉടമസ്ഥരും ജീവനക്കാരും കൂടി ചേർത്ത് വണ്ടികളെല്ലാം തള്ളി പിന്നെ അകത്തോട്ട് നീക്കി വെക്കുകയായിരുന്നു. ഇവിടെ വേറെ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തുറക്കാത്ത ഒരു സാഹചര്യത്തിൽ തൊട്ടടുത്ത് ഈ വെള്ളം കയറാത്ത വീടുകളിലേക്ക് മാറി താമസിക്കാനാണ് വീട്ടുകാർക്ക് നൽകിയ നിർദ്ദേശം. അങ്ങനെ അവരെല്ലാം അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. എന്തായാലും തിരുവനന്തപുരത്തും വലിയ ദുരിതമാണ് മഴ ഉണ്ടാക്കിയിരിക്കുന്നത്. റീജിത്ത്, ശരി. വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ, പ്രതിനിധികൾ മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ദൃശ്യങ്ങൾ, പ്രതികരണങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സംസ്ഥാനത്ത് കനത്ത മഴയിൽ പലയിടത്തും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം. അത് 14 ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് മുന്നറിയിപ്പ്. 5:45 പുറത്തുവന്ന മുന്നറിയിപ്പാണിത്. തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ശ്രീകാന്ത് കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ശ്രീകാന്ത് കളമശ്ശേരിയിലാണുള്ളത്. ശ്രീകാന്ത്, കളമശ്ശേരിയിൽ ഒരു മണിക്കൂറോളം പെയ്ത മഴയിൽ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്, വീടുകളിലേക്ക് വെള്ളം കയറുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇന്നലെ അപകടമുണ്ടായ കൈപ്പടമുകളിൽ സമാനമായ രീതിയിലുള്ള ഒരു അപകടം, കാർ തോട്ടിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത് നമ്മൾ കണ്ടു. നിരവധി പേരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് വെള്ളക്കെട്ട്. എന്താണ് കളമശ്ശേരിയിലെ പൊതുവായുള്ള സാഹചര്യം, ശ്രീകാന്ത്?
കളമശ്ശേരി മൂലേപ്പാടത്ത് വീടുകളിൽ വെള്ളം കയറി എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഫയർഫോഴ്സ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആളുകളെ വീടുകളിൽ നിന്ന് മാറ്റാനുള്ള നടപടികൾ അവിടെ പുരോഗമിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മുട്ടറ്റം വെള്ളത്തിലാണ് പലയിടങ്ങളും ഉള്ളത്. കൊച്ചി നഗരത്തിൻ്റെ പല മേഖലകളും ഉള്ളത്. ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമായതോടുകൂടി കളമശ്ശേരി മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട്, വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം, അവിടെ നിന്ന് ആളുകളെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റേണ്ട സാഹചര്യമൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകളെ സുരക്ഷിതമായി മാറ്റാനുള്ള ശ്രമങ്ങൾ പലയിടത്തും ഉണ്ടാകുന്നു. തൃശ്ശൂരിൽ നിന്നാണെങ്കിൽ മൂളംകുട്ടം ഭാഗത്ത് മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ള വിവരമൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, കളമശ്ശേരിയിലെ സാഹചര്യം എന്താണ്? ശ്രീകാന്ത്, റീജിത്ത്, കളമശ്ശേരി HMD ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ HMD മേഖലയിൽ മൂലേപ്പാടം എന്ന പ്രദേശത്ത് നിലവിൽ ഇന്നലെ തന്നെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടതാണ്. ഇന്നും അവിടെ വലിയ ഈ 1.5 മണിക്കൂർ നീണ്ട മഴയിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പല വീടുകളിലേക്കും വെള്ളം കയറിയിരിക്കുന്നു. ചില വീടുകളിൽ അതിന്റെ ആദ്യത്തെ നിലയിൽ അവരുടെ വീടുകൾക്കുള്ളിലേക്ക് വെള്ളം കയറിയെത്തി. പല വീടുകളിൽ നിന്നും ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. നിലവിൽ ഏലൂരിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ബോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇവിടെ ബോട്ട് ഇറക്കി ആളുകളെ വീടുകളിൽ നിന്നും ബോട്ടിൽ കയറ്റി പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വീടുകളിൽ നിന്നും ഇനി ഇവരെ നേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കോ അവരുടെ ബന്ധു വീടുകളിലേക്കോ ഒക്കെ മാറ്റാനാണ് ശ്രമം നടക്കുന്നത്. ഈ വെള്ളം ഒഴുകിപ്പോകുന്നതിന് യാതൊരുവിധ സ്ഥലവും ഇല്ല എന്നുള്ളതാണ് ഈ മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നം. 2 സൈഡിലായി കുന്നുപോലെ കിടക്കുന്ന സ്ഥലത്ത് ഒത്ത നടുവിലായി ആണ് ഈ മൂലേപ്പാടം എന്ന് പറയുന്ന മേഖലയുള്ളത്. ഇവിടെ ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിലെ ഒട്ടുമിക്ക വീടുകൾക്കുള്ളിലേക്ക് വരെ വെള്ളം കയറിയിട്ടുണ്ട്. പലരും ഇന്നലെ തന്നെ വീടുപേക്ഷിച്ച് ഇന്ന് രാവിലെ വന്ന് വൃത്തിയാക്കിയിരുന്നു. പക്ഷെ വീണ്ടും ഇപ്പോൾ വൈകുന്നേരത്തോടുകൂടി വെള്ളം കയറി വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. തുടർന്നാണ് ഏലൂരിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ബോട്ടിൽ കയറ്റി, ഫയർഫോഴ്സിന്റെ ബോട്ടിൽ കയറ്റി പുറത്തെത്തിച്ച്, വീടുകളിൽ നിന്നും പുറത്തെത്തിച്ച് അവിടെ നിന്നും ബന്ധുവീടുകളിലേക്കോ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ ആളുകളെ മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൊച്ചിയിൽ നഗരത്തിൽ പല മേഖലയിലും ഇത് തന്നെയാണ് സമാനമായ അവസ്ഥ. ഒഴുകിപ്പോകാൻ, വെള്ളം ഒഴുകാനുള്ള സ്ഥലമില്ലായ്മ വലിയ പ്രശ്നമാണ്. പല കാനകളും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അത് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ മൂലേപ്പാടത്ത് നിന്നാണ്. വീടുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുകയാണ്. ശരി, കളമശ്ശേരി മൂലേപ്പാടത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വീടുകളിലേക്ക് വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യത്തിൽ, വീടിനകത്തേക്കൊക്കെ വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് ആളുകളെ സുരക്ഷിതമായി മാറ്റുകയാണ്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി അവരുടെ ബോട്ടിൽ ആളുകളെ മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക്, അതുപോലെ ബന്ധുക്കളുടെ വീടുകളിലേക്കൊക്കെ മാറ്റാനുള്ള നീക്കമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി സൂരജ് സജി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൂരജ്, തൃശ്ശൂരിൽ എന്താണ് പൊതുവായുള്ള സാഹചര്യം? സൂരജ്, തൃശ്ശൂരിലും കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നഗരത്തിലൊക്കെ വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഗതാഗത കുരുക്ക് രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ഹൈവേയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് തിരിയുന്ന റോഡുകൾ, നടത്തറ തുടങ്ങി വിവിധ മേഖലകളിലെല്ലാം തന്നെ കനത്ത ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു. അതോടൊപ്പം തന്നെ അതിരപ്പള്ളി ആനമല മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അവിടെ തുമ്പൂർ മൊഴിക്ക് സമീപം വലിയ മുളംകൂട്ടം റോഡിലേക്ക് കടപുഴകി വീഴുകയായിരുന്നു. അതേ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മുള വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ചാലക്കുടി മേഖലയിലാകെ തന്നെ വലിയ രീതിയിൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. തൃശ്ശൂരിന്റെ വിവിധ മേഖലകളിൽ വലിയ രീതിയിലുള്ള മഴ അനുഭവപ്പെടുന്നു എന്നൊരു വിവരം തന്നെയാണ് TK നമുക്ക് ലഭിക്കുന്നത്. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കുട്ടനാട്ടിലെ സ്ഥിതിയും അതീവ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കുട്ടനാട്ടിലെ ജനങ്ങളും കടന്നുപോകുന്നത്. വെള്ളപ്പൊക്ക ഭീഷണി, പല വീടുകളിലും വെള്ളം കയറുന്ന സാഹചര്യം. എടത്വ, തലവടിയിലും അമ്പലപ്പുഴയിലും ശക്തമായ കാറ്റിൽ വീടുകൾ തകർന്നു എന്നുള്ള വിവരവും പുറത്തു വന്നിരുന്നു. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
പ്രൈം ടൈം ന്യൂസിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.